നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താസന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. രാജ്യ തലസ്ഥാനത്തെ നടുക്കി വൻ ലഹരിവേട്ട. ഡൽഹിയിൽ 262 കോടി രൂപയുടെ ലഹരിമരുന്ന് പിടികൂടി. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. വിനീത വി ജി വിശദാംശങ്ങളുമായി. വിനീത, വലിയ ലഹരിവേട്ടയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 262 കോടി രൂപയുടെ ലഹരി മരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. 328 കിലോ മെത്താഫെറ്റമിനാണ് പിടികൂടിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. 2 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഒപ്പം തന്നെ ഡൽഹി പോലീസും സംയുക്തമായിട്ടാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. കേന്ദ്ര സർക്കാർ അതിവേഗം മയക്കുമരുന്ന് സംഘങ്ങളെ തകർക്കുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അനുജ, ഡൽഹിയിൽ വലിയ ലഹരിവേട്ട നടന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് വിനീത വിജി നൽകിയത്. 262 കോടി രൂപയുടെ മെത്താംഫെറ്റമൈൻ പിടികൂടി എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചത്. പോരാട്ട ചിത്രം തെളിയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ വിമതരെയും അപരന്മാരെയും പിന്തിരിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് പാർട്ടികൾ. നാളെ വൈകിട്ടോടെ മത്സരത്തിന്റെ അന്തിമ ചിത്രം തെളിയും. കോൺഗ്രസ് വിമതർ പിന്മാറിയില്ലെങ്കിൽ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. 2261 നോമിനേഷനുകളാണ് ഇന്നലെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. എല്ലാ ജില്ലകളിലും മുന്നണികൾക്ക് തലവേദനയായി വിമതർ രംഗത്തുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം CPIM-ന് 4, കോൺഗ്രസിന് 3 വിമതരാണ് മത്സരരംഗത്തുള്ളത്. മറ്റിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. CPIM അംഗങ്ങളായ ഭൂരിഭാഗം വിമതരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. നോമിനേഷൻ പിൻവലിക്കേണ്ട സമയം വരെ കോൺഗ്രസ് വിമതർക്ക് സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നടപടി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഘടകകക്ഷികൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്മാറണമെന്ന് KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് കോൺഗ്രസിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, കർഷകർ, തൊഴിലാളികൾ, സീനിയർ ലീഡേഴ്സ് ഇവരെല്ലാവർക്കും സീറ്റിന് അർഹതയുണ്ട്. പക്ഷെ എണ്ണത്തിന്റെ പരിമിതിയുണ്ട്. കോട്ടയത്ത് മന്ത്രി VN വാസവനെ പൊതുപരിപാടിയിൽ പുകഴ്ത്തി സീറ്റ് നഷ്ടമായ കോൺഗ്രസ് നേതാവും വിമത സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. പത്തനാപുരത്തെ UDF-ലെ പൊട്ടിത്തെറിയിൽ നേതാക്കൾ ഇടപെട്ടിട്ടും പരിഹാരമായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരത്തെ കോൺഗ്രസ് ഓഫീസ് നേതാക്കൾ പൂട്ടി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 3 സീറ്റും ലീഗിന് നൽകിയതിലാണ് പ്രതിഷേധം. കാസർഗോഡ് ബെള്ളൂർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സിറ്റിംഗ് സീറ്റുകളിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. വിമതരായി മത്സരിക്കുന്നവരെ മുസ്ലിം ലീഗും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വിമതരെ പിന്തിരിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ആകെ 98,451 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇന്നലെ 2261 നോമിനേഷനുകളാണ് സംസ്ഥാനത്ത് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഡമ്മി സ്ഥാനാർത്ഥികളും നാളെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കും. ന്യൂസ് ഡെസ്ക് 24. പാലത്തായി പീഡനക്കേസ് SDPI വിവാദമാക്കിയത് പ്രതി പത്മരാജൻ ഹിന്ദു ആയതുകൊണ്ടെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ. ഉസ്താദുമാർ പീഡിപ്പിച്ച കേസുകൾ വിവാദമാക്കുന്നില്ല എന്നും P. ഹരീന്ദ്രൻ പറഞ്ഞു. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുംബായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. P. ഹരീന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. കേസിൽ എങ്ങനെയാണ് CPIM-ന് മതം കാണാൻ കഴിയുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരി ചോദിച്ചു. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ
അതിൽ മതമോ രാഷ്ട്രീയമോ കക്ഷിത്വമോ നോക്കിയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല എന്ന് കേരളത്തിനറിയാം. ഇവിടെ CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കൾ സാമുദായിക സൗഹാർദ്ദത്തിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിനിടെ പി ഹരീന്ദ്രന്റെ പ്രസ്താവന തള്ളാതെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തി. ഹരീന്ദ്രനെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കരുത്. ഹരീന്ദ്രൻ RSS കൊല്ലാൻ ശ്രമിച്ച നേതാവാണ്. മുസ്ലിം ലീഗ് SDPI വത്കരിക്കപ്പെടുന്നുവെന്നും KK രാഗേഷ് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ട പലതവണ അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് പി ഹരീന്ദ്രൻ. വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് പി ഹരീന്ദ്രൻ. RSS ചുരുങ്ങിയതൊരു 5 തവണയെങ്കിലും സഖാവ് ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അത്ഭുതകരമായി രക്ഷപ്പെട്ടയാണ് ഓരോ സന്ദർഭങ്ങളിലും. ആ ഹരീന്ദ്രനെ നിങ്ങൾ ദയവേത് വർഗീയവാദിയാക്കരുത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഇനി വയനാട്ടിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിങ്ങളെ അവഗണിച്ചുവെന്ന ആരോപണത്തിൽ സമസ്തയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. കൽപ്പറ്റ പള്ളിത്താഴ സമസ്ത ഓഫീസിൽ T സിദ്ദിഖ് MLA നേതൃത്വത്തിൽ ചർച്ച നടക്കുകയാണ്. YS അഭിനന്ദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അഭിനന്ദ്, ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അനുജ, വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്തിൽ ഒരൊറ്റ ഡിവിഷനിൽ പോലും മുസ്ലിം വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്നുള്ള ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് സംസ്ഥാന വിഭാഗം ഉയർത്തിയിരുന്നു. അവർ സംസ്ഥയുടെ യുവാക്കളുടെ സംഘടനയായിട്ടുള്ള സമസ്ത സുന്നി വിഭാഗത്തിലടക്കം ഇത്തരത്തിലേക്കുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ് MLA നേതൃത്വത്തിലും DCC പ്രസിഡന്റ് TJ ഐസക് തന്നെ ഇപ്പോൾ കൽപ്പറ്റയിലെ സംസ്ഥാന ഓഫീസിലെത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഏതാണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലാകെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ആ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒറ്റ ഡിവിഷനിൽ പോലും മുസ്ലിം വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികളില്ല. ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനുകൾ ഒരാൾ പോലും കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ടില്ല എന്നുള്ള രൂക്ഷ വിമർശനം നേരത്തെ വരുന്നു. ജഷീർ പള്ളിവയൽ അടക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെതിരെ വിമത സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അനുനയ നീക്കവുമായിട്ട് നേരിട്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ വയനാട്ടിലെ സംസ്ഥാന ഓഫീസിൽ നേരിട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. അതിനുശേഷം സംസ്ഥാന നേതാക്കളുടെ ഒപ്പം തന്നെ T സിദ്ദിഖ് MLA DCC പ്രസിഡന്റും അടക്കം പ്രതികരണവും ലഭ്യമാകും. അനുജ, വയനാട്ടിൽ സമസ്തയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചർച്ച. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPIM മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭീഷണി. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു. ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. തട്ടിക്കൂ. 42 വർഷമായി അട്ടപ്പാടിയിലെ സജീവ CPM പ്രവർത്തകനാണ് മുൻ ഏരിയ സെക്രട്ടറിയായ VR രാമകൃഷ്ണൻ. 4 ടേമുകളിലായി CPM സ്ഥാനാർത്ഥിയായി വിജയിച്ച അഗളി പഞ്ചായത്ത് ഒമ്മല 18-ാം വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് VR രാമകൃഷ്ണൻ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. പിന്നാലെ ഫോണിൽ ഭീഷണിയെത്തി. പക്ഷേ ഇന്നലെ രാത്രിയിലാണ് ആദ്യം ജംഷീർ എന്നെ വിളിച്ചിട്ട് കുറെ അനാവശ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്ത്. രണ്ടാമത് വീണ്ടും വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് ഒരു 8 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് ലാസ്റ്റാണ് പറഞ്ഞത്, നിങ്ങളിത് പിൻവലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നത്. അതേസമയം ഭീഷണിയല്ല, ഇരുവരും തമ്മിൽ നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമാണെന്നാണ് ഏരിയ സെക്രട്ടറി A പരമേശ്വരന്റെ വിശദീകരണം. ജംഷീറിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടുമെന്നും ഏരിയ സെക്രട്ടറി. വിഷയം അറിഞ്ഞിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. രാമകൃഷ്ണനുമായുള്ള പ്രശ്നം എന്റെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഇപ്പം തന്നെ പറയും. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് വളരെ നന്നായി ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അത് മനസ്സിലാക്കാനുള്ള ഒരു നില ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് VR രാമകൃഷ്ണൻ. വിഷയത്തിൽ അഗ്ലി ഡിവൈഎസ്പിക്ക് VR രാമകൃഷ്ണൻ പരാതിയും നൽകി. ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. പത്തനംതിട്ട തിരുവല്ലയിൽ പത്രിക പിൻവലിക്കാൻ CPIM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി.
പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പൊടിയാടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ആശാമോൾ TS ആണ് പരാതിയുമായി രംഗത്തെത്തിയത്. മത്സരിച്ചാൽ ആശയുടെയും സഹപ്രവർത്തകരുടെയും ജോലി കളയുമെന്നാണ് ഭീഷണി. എന്നാൽ സംഭവവുമായി ബന്ധമില്ലെന്നാണ് CPIMന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പൊടിയാടി ഡിവിഷനിൽ മത്സരിച്ചാൽ പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസിലെ താൽക്കാലിക ജോലി കളയുമെന്ന് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി ആശ പറയുന്നു. പിന്മാറിയില്ലെങ്കിൽ തനിക്കൊപ്പം ജോലി ചെയ്യുന്ന 28 പേരുടെ ജോലി തെറിപ്പിക്കുമെന്നും ഭീഷണിയുണ്ടായെന്നും ആശ. CPMന്റെ ആളുകൾ തന്നെ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാനായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ഇപ്പം അതെല്ലാം തിരിഞ്ഞവർ പറയുകയാണ് ഞാൻ കാരണമാണ് അവരുടെ കഞ്ഞുകൂടി മുട്ടാൻ പോകുന്നതെന്ന്. അത് ആശയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നോമിനേഷൻ പിൻവലിക്കണമെന്നാണ് അവരിപ്പം അറിയിച്ചിരിക്കുന്നത്. CPM നടപ്പിലാക്കുന്നത് കണ്ണൂർ മോഡൽ എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കണ്ണൂർ മോഡൽ ഗുണ്ട രാഷ്ട്രീയം തിരുവല്ലയിൽ കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആശമോളെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ, അത് ഞങ്ങളുടെ നിരവധി സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആശമോള. അതേസമയം ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. കുടുംബശ്രീ വഴിയാണ് പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസിൽ കരാർ ജോലി നൽകുന്നത്. കുടുംബശ്രീ ADS പ്രസിഡന്റ് കൂടിയാണ് ഭീഷണിക്കിരയായ ആശ. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരെ കബളിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി സാക്ഷിയാക്കാനും SIT നീക്കം നടത്തുന്നുണ്ട്. ആറന്മുളയിലെ A. പത്മകുമാറിന്റെ വീട്ടിൽ SIT നടത്തിയ റെയ്ഡിൽ നിർണായക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിലും പരിശോധന തുടരുകയാണ്. ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 2019 മുൻപും ശേഷവുമുള്ള ഭൂമി പ്രമാണങ്ങളും വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും A. പത്മകുമാറും ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ലഭിച്ച പ്രതിഫലം കൊണ്ടാണോ ഇത്തരം ഇടപാടുകൾ നടന്നതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പത്മകുമാറിന്റെ വിദേശയാത്രകളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടിയാണ് അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തത്. യാത്രകളുടെ ലക്ഷ്യം, കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയം തേടാനാണ് SITയുടെ നീക്കം. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്നു. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് നീക്കം. ജയറാമിനെ പോലുള്ള പ്രമുഖരെ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം പത്മകുമാറിനായി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. SIRന്റെ ഭാഗമായി വോട്ടർമാരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന BLO ആപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം. ആപ്പിൽ ലോഗിൻ ചെയ്യാനും വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാനും പ്രതിസന്ധി നേരിടുന്നതായാണ് പരാതി. അതേസമയം BLOമാർക്ക് സമയപരിധി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ 24നോട് പറഞ്ഞു. വോട്ടറുടെ പൂർണ്ണ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിനൊപ്പം ഫോട്ടോയും എന്യൂമറേഷൻ ഫോമും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SIR ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ചെയ്യേണ്ടത്. എന്നാൽ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നതിനായുള്ള OTP വെരിഫിക്കേഷൻ പോലും നടക്കുന്നില്ല എന്നാണ് BLOമാർ പറയുന്നത്. സർ, ഇതിൽ ഒന്നാമത്തത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളോട് OTP ആവശ്യപ്പെടുകയാണ്. അങ്ങനെ OTP ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് രണ്ടാമത്തെ പിക്ചർ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റീസെൻറ്റ് കൊടുക്കും. റീസെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് മൂന്നാമത്തെ പിക്ചർ. റീസെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് OTP 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് OTP ഇരുന്നത്. ആ OTP അടിച്ചു കഴിയുമ്പോൾ നാലാമത്തെ പിക്ചറിലുള്ള മെസ്സേജാണ് നമുക്ക് വരുന്നത്. ഇത് തുറക്കാനേ കഴിയുന്നില്ല. പുലർച്ചെ മാത്രമാണ് ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത്. വോട്ടറുടെ വിവരങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയാതെ ഹോം പേജിലേക്ക് പോവുകയോ ലോഗൌട്ട് ആവുകയോ ചെയ്യുന്നുണ്ട്. ആപ്പിനെ സംബന്ധിച്ച പരാതിക്കായി നൽകിയിട്ടുള്ള ഗൂഗിൾ മീറ്റ് ലിങ്കിലും പലപ്പോഴും പരാതി രേഖപ്പെടുത്താൻ കഴിയാറില്ല. ആപ്പ് പണിമുടക്കിയത് കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഡാറ്റ എൻട്രി പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് BLOമാർ പറയുന്നു. അതേസമയം മുൻ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ SIR പൂർത്തിയാക്കുമെന്നും BLOമാർക്ക് നിർബന്ധപൂർവ്വം സമയപരിധി അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ 24നോട് പറഞ്ഞു. നിർബന്ധമായിട്ട് 26-നുള്ളിൽ തന്നെ ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു നിർദ്ദേശം ആർക്കും ഇല്ല. പരമാവധി നമുക്ക് ചെയ്യണം, എത്ര പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതേ പറയുന്നുള്ളൂ. 24 മലപ്പുറം. ഇപ്പോൾ ഒരു ദുഃഖകരമായ വാർത്ത വരുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ട്രെയിൻ തട്ടി മരിച്ചു. തിരുവല്ല സ്വദേശി ജസ്റ്റിൻ, റാന്നി സ്വദേശിനി ഷെറിൻ എന്നിവരാണ് മരിച്ചത്.
ചിക്കബന്നാവര സപ്തഗിരി കോളേജിലെ വിദ്യാർത്ഥികളാണ്. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? മറ്റു വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് ബംഗളൂരുവിൽ ഈ ഒരു അപകടം നടക്കുന്നത്. ഇവർ റെയിൽവേ പാളം ക്രോസ് ചെയ്യുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അതാണ്. രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ, അപകട സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളതും രീതിയിലുള്ള വിവരം ലഭിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ രാമയ്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവല്ല സ്വദേശി ജസ്റ്റിൻ, അതുപോലെ തന്നെ റാന്നി സ്വദേശിനി ഷെറിൻ എന്നിവരാണ് മരിച്ചത്. രണ്ടുപേരും സപ്തഗിരി ചിക്കബന്നാവരയിലെ സപ്തഗിരി കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. മറ്റ് വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. അനുജ, ബംഗളൂരുവിലാണ് 2 മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ട്രെയിൻ തട്ടി മരിച്ചത്. തിരുവല്ല സ്വദേശി ജസ്റ്റിൻ, റാന്നി സ്വദേശിനി ഷെറിൻ എന്നിവരാണ് മരിച്ചത്. ചിക്കബന്നാവര സപ്തഗിരി കോളേജിലെ വിദ്യാർത്ഥികളാണ്. പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ ട്രെയിൻ തട്ടുകയായിരുന്നു. തത്സമയം മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. ഗുണനിലവാര സൂചിക 400-ന് മുകളിലാണ്. വായുമലിനീകരണം കുറയ്ക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. 39 വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങളിൽ 14 എണ്ണത്തിലും സൂചിക 400-ന് മുകളിലാണ്. വായുമലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മലിനീകരണ നിയന്ത്രണങ്ങൾ പരിഷ്കരിച്ചു. ഡീസൽ ജനറേറ്ററുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം ഉറപ്പാക്കും. തിരക്കേറിയ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വായുമലിനീകരണം കൂടുതൽ രൂക്ഷമായാൽ വർക്ക് ഫ്രം ഹോം നൽകുന്നതും പരിഗണനയിലുണ്ട്. ഇതിനിടെ വായുമലിനീകരണം കുറയ്ക്കുന്നതിൽ സർക്കാർ നടപടികൾ പരാജയപ്പെട്ടെന്നാരോപിച്ച വിവിധ സംഘടനകൾ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ സംഘർഷമായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള പൊല്യൂഷന്റെ ഹേക്യൂ കുറക്കണം. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഒരു 15-20 സിഗരറ്റ് വലിക്കുന്ന അത്രത്തോളാണ് ഈ വായുമലിനീകരണം കണ്ട് കിട്ടുന്നത്. ഇവൻ സുപ്രീം കോർട്ട് പോലും പറഞ്ഞു കുട്ടികളുടെ ഏറ്റവും വലിയ സ്കില്ല് വളർത്താനുള്ള സ്പോർട്സ് ഇവന്റ് അതുപോലും പുറത്ത് നടത്താൻ പറ്റൂല ഓർഡറാണ്. എന്നിട്ടും അവകാശത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ട് പിന്നെ നമ്മള് ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ട് എന്ത് കാര്യമുള്ളത്? പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 ഡൽഹി. ഡൽഹി സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ജമ്മുകശ്മീർ പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ടാണ് അറസ്റ്റിലായത്. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സ്വരൂപിച്ചതായും വിവരമുണ്ട്. ആക്രമണ രീതി, സാമ്പത്തികം എന്നിവയെക്കുറിച്ച് വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിലുൾപ്പെടെ തുഫൈൽ നിയാസ് ഭട്ടിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ടിനെ ജമ്മു കാശ്മീർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വൈറ്റ് കോളർ ഭീകര സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സ്വരൂപിച്ചു. 2 വർഷം കൊണ്ട് സ്ഫോടക വസ്തുക്കളും റിമോട്ട് ട്രിഗറിംഗ് ഉപകരണങ്ങളും ശേഖരിച്ചു. അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നുൾപ്പെടെ പ്രതികൾ ആയുധങ്ങൾ വാങ്ങി. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനായി ഡീപ് ഫ്രീസർ സംഘടിപ്പിച്ചു. അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷഹീദാണ് ആയുധങ്ങൾ സംഘടിപ്പിക്കാൻ നീക്കം നടത്തിയതെന്നാണ് വിവരം. വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായി അന്വേഷണ സംഘം. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഡോക്ടർ ആദിൽ റാത്തറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തില്ല. ജമ്മു കാശ്മീരിൽ മൗലവി ഇർഫാൻ അറസ്റ്റിലായതോടെ ഉമർ വീണ്ടും കാശ്മീരിലെത്തി. ഗാസിഗുണ്ടിൽ വെച്ച് സംഘത്തിലെ അംഗങ്ങളുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നത പരിഹരിച്ചു. അൽ ഖ്വയ്ദയോട് താല്പര്യമുള്ളവരായിരുന്നു അറസ്റ്റിലായ ആദിൽ റാത്തറും ഇർഫാനും. എന്നാൽ ഉമർ മുഹമ്മദിന് IS-നോടായിരുന്നു താല്പര്യം. 24 ഡൽഹി.
ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കയിൽ G20 ഉച്ചകോടിയുടെ ഭാഗമായി ലോക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഭീകരവാദത്തിനെതിരെ സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഇന്ത്യ ഭീകരവാദത്തെ വച്ചുപൊറുപ്പിക്കില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തിന്റെ കാര്യത്തിൽ 2 നിലപാടുകൾ സാധ്യമല്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ഥനയുടെ വിവാഹം മാറ്റിവെച്ചു. പിതാവിന്റെ അനാരോഗ്യത്തെ തുടർന്നാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന വിവാഹം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയത്. പിതാവ് ശ്രീനിവാസ് മന്ഥനയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു പിന്നാലെയാണ് സ്മൃതി മന്ഥന പലാഷ് മിച്ചൽ വിവാഹം മാറ്റിവെച്ചത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലായിരുന്നു കായികലോകവും സിനിമാ ലോകവും ഒന്നടങ്കം കാത്തിരുന്ന വിവാഹം. പ്രഭാത ഭക്ഷണത്തിനിടെ ശ്രീനിവാസിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ആരോഗ്യനില വഷളായതോടെ ആംബുലൻസിൽ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രിയപ്പെട്ട പിതാവ് അസുഖബാധിതനായിരിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾ വേണ്ടെന്ന് തീരുമാനിച്ചത് സ്മൃതി തന്നെയായിരുന്നുവെന്ന് മീഡിയ മാനേജർ അറിയിച്ചു. और स्मृति मंदाना आज आपको पता है कि वो अपने फादर से बहुत ज़्यादा क्लोज हैं, तो स्मृति मंदाना ने डिसाइड किया कि जब तक उनके पापा ठीक नहीं हो जाते हैं तब तक के लिए ये जो मैरिज जो आज होने वाली थी वो अभी इनडेफिनेटली पोस्टपोन्ड है. ശ്രീനിവാസ് അപകടനില തരണം ചെയ്തെന്നും മീഡിയ മാനേജർ പറഞ്ഞു. എന്നാൽ വിവാഹ ചടങ്ങുകൾ തിടുക്കപ്പെട്ട് വേണ്ടെന്നാണ് ഇരു കുടുംബങ്ങളുടെയും തീരുമാനം. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് സംവിധായകനും ഗായകനുമായ പലാഷ് മിച്ചലും സ്മൃതിയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചത്. നവി മുംബൈ സ്റ്റേഡിയത്തിലെത്തി പലാഷ് മോതിരം കൈമാറിയതും ടീമിലെ സഹതാരങ്ങളുമായുള്ള സ്മൃതിയുടെ ഡാൻസും മെഹന്തി ചടങ്ങിന്റെ ദൃശ്യങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.